വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു ഡിവൈൻ മെസ്സേജ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിലൊരു 3 കാർഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിരിക്കണേ 9 ഓഫ് സോർട്സ് എന്നുള്ള കാർഡാണ്. 9 ഓഫ് സോർട്സ് വന്നു കഴിഞ്ഞാൽ ആങ്സൈറ്റിയും ഫിയറാണ് കാണുന്നത്. ഇവിടെ ഒരാൾ മുഖം പൊത്തിയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ പഴയ കാലങ്ങളിലുണ്ടായ എന്തോ ഒരു പേടി, ആങ്സൈറ്റിയും ഫിയറും കാരണം ആ പഴയ ഉണ്ടായ ആ കയോട്ടിക് സിറ്റുവേഷനിലെ ആ ഒരു ഇതിൽ അയാൾ മുങ്ങിക്കിടക്കാണ്. അപ്പോൾ പഴയ എന്തെങ്കിലും ഒരു കരിയറിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ദുഃഖത്താൽ ആ ഒരു പേടി കൊണ്ടും ആങ്സൈറ്റി കൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ കാർഡ് പറയണ ആ പഴയ ആ ഒരു പേടിയിൽ നിന്നൊക്കെ മുങ്ങിക്കിടക്കാതെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സഹായം സ്വീകരിക്കാവുന്നതാണെന്നുള്ളതാണ്. അടുത്ത കാർഡ് എന്താണ്? ഏസ് ഓഫ് സോഴ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ പറയണത് ചിന്തയിൽ ക്ലാരിറ്റി വന്നുകൊണ്ട് ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാനുള്ള അവസരം വരുന്നു, അല്ലെങ്കിൽ പുതിയ തൊഴിലവസരം, പുതിയ ഒരു പ്രോജക്റ്റ് തുടങ്ങാനുള്ള നല്ല അവസരമാണ്, നല്ല സമയമാണ്. അപ്പോൾ ചലഞ്ചസ് ഉണ്ടാകും, താഴെ മലകളൊക്കെ കാണുന്ന കാരണം ആ വെല്ലുവിളികളെ നേരിട്ട് കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത ഡെഡിക്കേഷനോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. അടുത്ത കാർഡ് എന്താണ്? ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. അങ്ങനെ നിങ്ങൾ അതിൽ ഹാർഡ് വർക്ക് ചെയ്ത ഡെഡിക്കേഷനോടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവും എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇത്. സമൃദ്ധിയുടെ കാർഡാണ്. ഒരു ബിസിനസ് സെൻസുള്ള ആളാണ്, നേച്ചറായിട്ട് ബന്ധപ്പെട്ട ആളാണ്, കൃഷി ഗാർഡനിങ് ഒക്കെ. മാത്രമല്ല കമ്പാഷനേറ്റാണ് അവർ. മറ്റുള്ളവർക്ക് വേണ്ടി വെൽത്ത് ഷെയർ ചെയ്യാനും സമയം ഷെയർ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ഒരു നർച്ചറിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. അപ്പോൾ പഴയ ഒരു സംരംഭത്തിൽ നഷ്ടം സംഭവിച്ച ആ ഒരു പേടിയൊക്കെ മാറ്റിവെച്ച് പുതിയ സംരംഭത്തിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേഷനോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവും, ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. ഇതിപ്പോൾ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണി മാനേജ്മെൻറ്റ് നല്ലോണം അറിയുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാവണമെന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ് ക്യൂൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതാണ് ഇന്നത്തെ ടാരോയുടെ ഗൈഡൻസ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.